വാക്സിൻ കണ്ടുപിടിച്ചോ? ഇല്ല, ആയിട്ടില്ല. യെസ്, we will start recording another video. In work energy power, we have to discuss few more things. One is regarding elastic collision, but two-dimensional. That we will discuss first of all. One-dimensional collision we have discussed and we have derived equation for V1 and V2, which are the velocities of two bodies after collision in terms of M1, M2, U1, U2. Different three cases also we have discussed. You may be getting a small question of 1 or 2 marks to explain what is two-dimensional elastic collision. Their theory is not needed, but something you should know. We'll draw a diagram here. This is a body of mass M1 moving at a velocity u1 meter per second. This is another body of mass M2. This is M2. Mass of the second body is M2. അതൊക്കെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. മൂവിങ് അറ്റ് അനദർ വെലോസിറ്റി u2 മീറ്റർ പെർ സെക്കൻഡ്. ഇതിങ്ങനെ വന്നിട്ട് ഒരു പോയിന്റിൽ ഒന്ന് കൊളൈഡ് ചെയ്യാലോ. ഇപ്പൊ ഫ്ലോറിൽ ഒരു കോയിൻ ഇങ്ങനെ വരുന്നു, വേറെ കോയിൻ ഇങ്ങനെ വരുന്നു, രണ്ടും കൂട്ടിയിടിക്കാലോ. കൂട്ടിയിടിച്ചിട്ട് ഇടി കഴിഞ്ഞിട്ട് ആ ഫ്ലോറിൽ തന്നെ വേറെ ഡയറക്ഷനിലേക്ക് പോകാലോ. കൊളീഷൻ കഴിഞ്ഞ് പോകുന്ന ഡയറക്ഷനാണ് ഞാൻ കാണിക്കാൻ പോണേ. കൊളീഷൻ കഴിഞ്ഞിട്ട് M1 എന്ന മാസ് തന്നെയാണ് വരച്ചേക്കണമെന്ന് വിചാരിക്കാം. M1 എന്ന മാസ് V1 എന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കട്ടെ. M2 എന്ന മാസ് ഇവിടെ കാണിക്കാം. M2 എന്ന മാസ് V2 എന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ എടുക്കുന്ന ഡാറ്റയിൽ വ്യത്യാസമൊന്നുമില്ല. M1 M2 അതൊക്കെ സംഭവമൊക്കെ സെയിം തന്നെ. ഫസ്റ്റ് ബോഡി മുകളിൽ വരച്ചേക്കുന്നു, സെക്കൻഡ് ബോഡി താഴെ വരച്ചേക്കുന്നു. അതിനെ M1 മാസ് എന്ന് പേരിട്ടു, ഇതിൻ്റെ മാസം M2 എന്ന് പേരിട്ടു. കൊളീഷൻ കഴിഞ്ഞാലും മാസിൽ മാറ്റം വരുമില്ല. M1 M1 തന്നെ, പക്ഷേ U1 V1 ആയി മാറി, U2 എന്ന സ്പീഡ് V2 എന്ന സ്പീഡായി മാറി. വൺ ഡയമെൻഷനിൽ ഒറ്റയടിക്ക് വൺ ഡയമെൻഷനിൽ ഒരു ലൈനിൽ തന്നെ നീങ്ങുന്നത്, ലൈൻ ഓഫ് മോഷൻ മാറുന്നില്ല. ടു ഡയമെൻഷനിൽ ലൈൻ ഓഫ് മോഷൻ ഒക്കെ മാറി. ഇങ്ങനെ വന്നിരുന്ന സംഭവം ഇങ്ങനെയാണ്, ഇപ്പോൾ വേറെ ലൈനിലായി. പക്ഷെ ആ പ്ലെയിൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ, ആ ഫ്ലോർ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാരം ബോർഡ് കോയിൻ, ആ ക്യാരം ബോർഡിൻ്റെ ആ ഫ്ലോറിലാണ്, ആ പ്ലെയിനിലാണ് എല്ലാ കോയിനും മൂവ് ചെയ്യുന്നത്. സ്പേസിലേക്ക് തെറിച്ചു പോകുന്ന കേസ് 3 ഡയമെൻഷനിലാണ്. അത് ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല. ഒരെണ്ണം നമുക്ക് ഒരു കോയിൻ മറ്റേ കോയിനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു കോയിനെ തെറിച്ചൊക്കെ പോലോ, അത് വേറെ 3D ആണ്. 2 ഡയമെൻഷനിൽ ജസ്റ്റ് ഹിൻഡ് ചെയ്യുന്നുണ്ട് സിലബസിൽ. അത് പല സ്കൂളുകാരും അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ U1 എന്ന വെലോസിറ്റി V1 ആയി ചേഞ്ച് ആയി. ആർക്ക്? M1 എന്ന മാസിന്. U2 എന്ന വെലോസിറ്റി കൊളിഷൻ മുന്നേ ഉണ്ടായിരുന്ന U2 എന്ന വെലോസിറ്റി കൊളിഷൻ കഴിഞ്ഞപ്പോൾ എന്തായി മാറി? V2 ആയിട്ട് മാറി. അതേ മാസ്, അതാണ് മാസ് മാറിയില്ല. M2 തന്നെ, M1 തന്നെ. വെലോസിറ്റി U1 എന്നുള്ളത് V1 ആയി ചേഞ്ച് ആയി, വെലോസിറ്റി U2 എന്നുള്ളത് V2 ആയി ചേഞ്ച് ആയി. ഇത്ര മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ U1ന്റെ X ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എടുക്കാൻ പോകും. അപ്പോൾ M1 എന്ന മാസിന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ഞാൻ θ1 ഡിഗ്രി എന്ന് എഴുതാൻ പോകും. M2 എന്ന മാസിന് എക്സ് ആക്സിസുമായിട്ടുള്ള ഒരു ആംഗിള് θ2 എന്ന് എഴുതാൻ പോകും. θ1 θ2 എന്താണെന്ന് മനസ്സിലാക്കുക. ആംഗിൾ മെയ്ഡ് ബൈ U1 ആൻഡ് U2 വിത്ത് എക്സ് ഡയറക്ഷൻ. അതാണ് θ1. ഇതാണ് എക്സ് ഡയറക്ഷൻ. ഇത് എക്സ് ഡയറക്ഷൻ തന്നെ, പാരലാണല്ലോ. ഇത് എക്സ് ഡയറക്ഷൻ തന്നെ. ഈ എക്സ് ഡയറക്ഷനുമായിട്ട് ഈ U1 എന്നതിൻ്റെ ഡയറക്ഷൻ θ1 ഡിഗ്രി ചരിഞ്ഞാണ്. ഈ U2 എന്നതിൻ്റെ ഡയറക്ഷൻ അതേമാതിരി എക്സ് ഡയറക്ഷനായിട്ട് θ2 ഡിഗ്രി ചരിഞ്ഞാണ്. θ2 ഡിഗ്രി ചരിഞ്ഞാണ്. അത് പറയാൻ പോണുള്ളൂ. എക്സ് ആക്സിസുമായിട്ട് V1 എന്ന ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ θ3 ഡിഗ്രിയാണ്. അഗൈൻ ഡിഫറെന്റ്. എക്സ് ഡയറക്ഷനായിട്ട് V2 എന്ന വെലോസിറ്റിയുടെ ആംഗിൾ θ4 ആണ്. ഏതെങ്കിലും സെയിം ആയി വരാൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ജനറലി പറയുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു കോയിൻ വരുന്നു, ഇങ്ങനൊരു കോയിൻ വരുന്നു. നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന കോയിൻ ആ എക്സ് ആക്സിസുമായിട്ട് എത്ര ഡിഗ്രി ചരിഞ്ഞിരിക്കാമല്ലോ, θ1. മറ്റേ മാസം ഇങ്ങനെ വരുന്നു, അതേ
എക്സ് ഡയറക്ഷനായിട്ട് θ2 ചരിഞ്ഞിരിക്കാമല്ലോ. രണ്ടും ഡിഫറെൻ്റ് ആകാം, സെയിം ആകാം. കൊളിഷൻ കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ മാറി. അപ്പം 4 ആംഗിൾസ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ് ആംഗിൾ? θ1, θ2. θ1 and θ2 are the angles made by directions of u1 and u2 with respect to x direction. ഇത് x direction ആണ്, ഇത് x direction ആണ്, ഇത് x direction ആണ്, ഇത് x direction ആണ്. എല്ലാം പാരലൽ ആയിട്ടാണ് വരച്ചത്. M2 ഉം V2 ആംഗിൾ ഇല്ലേ? എന്നല്ലേ പറഞ്ഞ θ4. അല്ല, അതിന്റെ അടിയിൽ v2 എന്ന ഡയറക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ4. v1 എന്നതിന്റെ ഡയറക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ3. u1 എന്നതിന്റെ ഡയറക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ1. u2 എന്നതിന്റെ ഡയറക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ2. So there are 4 angles. So what are the angles? θ1 is the angle made by direction of u1 with x direction. θ2 is the angle made by direction of the velocity u2 with x-axis. θ3 is the angle made by direction of that velocity v1 with x-axis. θ4 is the angle made by direction of v2 with x-axis. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 4 വെലോസിറ്റിയും റിസോൾവ് ചെയ്ത് കമ്പോണൻസ് ആക്കാൻ പോകും. ഇങ്ങനൊരു വെലോസിറ്റി വരച്ചാൽ അതിന് ഇങ്ങനത്തെ ഒരു എക്സ് ഡയറക്ഷൻ കാണിച്ചാൽ ഈ ആംഗിൾ തീറ്റ എന്ന് എഴുതിയാൽ 1 2 ഒക്കെ നമുക്ക് പിന്നെ കൊടുക്കാം. ഒരു വെലോസിറ്റി ഞാനിപ്പോൾ യു എന്ന് എന്തെങ്കിലും എഴുതാം. ഇങ്ങോട്ടൊരു കമ്പോണന്റ് അടയാളപ്പെടുത്തിയാൽ ഈ തീറ്റയുടെ അടുത്തുള്ള വശമായിട്ട് വരുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയി വരും. അപ്പോൾ ഇത് യു കോസ് തീറ്റയാണ്. ഇങ്ങനത്തെ കമ്പോണന്റ് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. അപ്പോൾ ഇത് യു സൈൻ തീറ്റയാണ്. ഇതറിയുന്നത് ബൈഹാട്ടിയല്ലാതെ ഒരു വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ആംഗിൾ മാർക്ക് ചെയ്തിട്ട് അതിന്റെ കോസ് സൈൻ എടുക്കുന്നതാണ്. ഇതൊരു വെലോസിറ്റി വെക്ടറാണ്. ഇത് ഹൊറിസോണ്ടൽ ആണ്, ഇത് വെർട്ടിക്കൽ ആണ്. ഈ ആംഗിളിന്റെ എതിർഭാഗമായിട്ട് വരുന്ന ഇത്രയും നീളം, അതായത് ഇത്രയും നീളം, ഈ ലെങ്ത് സെയിം ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. അതുകൊണ്ടാണ് ഇവിടെ യു സൈൻ തീറ്റ വരാൻ കാരണം. അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ. അതുകൊണ്ടാണ് ഇവിടെ യു കോസ് തീറ്റ വരാൻ കാരണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇതാണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്ന് ഹൈപ്പോട്ടന്യൂസിന്റെ കോസ് തീറ്റ ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് യു. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് യു. അതാണ് ഇവിടെ u1 u2 ഇങ്ങനെ എടുക്കാൻ പോകുന്നത്. ഇതാണ് വെലോസിറ്റി വെക്ടർ യു. അതിന് എക്സാസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കോസ് കമ്പോണന്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഹൈപ്പോട്ടന്യൂസിന്റെ കോസ് തീറ്റ, അതാണ് അഡ്ജസന്റ് സൈഡ്. മനസ്സിലായില്ല? എനിക്ക് കോസ് സൈഡ് എടുക്കുന്ന അറിയില്ല. അതാണ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് ഓഫ് ആൻ ആംഗിൾ. അറിയില്ല. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസിന്റെ കോസ് തീറ്റ. അതുമാതിരി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണ് സൈൻ ഓഫ് ആൻ ആംഗിൾ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ ആണ് ഓപ്പോസിറ്റ് സൈഡ്. തീറ്റ എന്നതിന്റെ എതിർവശം എന്ന് പറഞ്ഞാൽ ഇത്രയും, അതായത് ഇത്രയും തന്നെ. ഇത് റെക്ടാംഗിൾ ആയിട്ടാണ് കാണിച്ചത്. ഇത് ട്രയാംഗിള്. ഇപ്പൊ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാംഗിൾ. ഈ ഭാഗം ഇങ്ങടെ ഒരു ഇമേജ് വെച്ചാൽ, ഒരു കണ്ണാടി കാണുന്ന ഇമേജ് മാറി വെച്ചാൽ അത് റെക്ടാംഗിൾ ആയി. അപ്പൊ ഈ നീളം സെയിം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് പറയുന്നതാണ് സൈൻ തീറ്റ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഞാൻ യു സൈൻ തീറ്റ എന്ന് എഴുതാൻ കാരണം. അത് വെക്ടർ റെസല്യൂഷനിൽ വരുന്നതാണ്. അത് 2 ഡയമെൻഷണൽ, അത് വേറെ ടോപ്പിക്കിൽ കയറി വരുന്നതാണത്. അത് സ്കൂളിൽ സൈനും കോസും ഒക്കെ എടുക്കാൻ സ്കൂളിൽ പഠിക്കുന്നില്ലേ, അതുകൊണ്ടാണ് അത് വളരെ എളുപ്പമായിട്ട് നമ്മൾ പറഞ്ഞ് തീർക്കുന്നത്. അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് u1ന്റെ കമ്പോണൻസ് എടുക്കാൻ പോകും. u1ന്റെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് ഏതാണ്? അപ്പൊ u1 കോസ് തീറ്റ 1. u1ന്റെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് അപ്പൊ ഏതാണ്? u1 സൈൻ ഓഫ് തീറ്റ 1. u2 ഇങ്ങോട്ട്, ഇത് താഴേക്ക് ചരിച്ചാൽ ഇങ്ങോട്ട് ചരിച്ചാൽ കാണിച്ചത്. അപ്പൊ ഇങ്ങോട്ട് കാണിക്കേണ്ടി വരും കമ്പോണന്റ്. അപ്പോൾ ഇതിന്റെ അടുത്തുള്ള അവസരം ഇതാണ്. അപ്പൊ ഇങ്ങോട്ട് ആരോ ഇട്ടിട്ട് എഴുതാം u2 കോസ് തീറ്റ 2. ഇവിടെ u2 സൈൻ തീറ്റ 2. അതേമാതിരി v1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. v1 ഇൻറ്റു കോസ് തീറ്റ 3. ഈ ലെങ്തിന് പകരം ഞാൻ ഇവിടെ ലെങ്ത് കൊണ്ട് കാണിച്ചാലും മതി. v1
സൈൻ ഓഫ് തീറ്റ 3. അതേമാതിരി V2 അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഞാൻ ഇവിടെ ആരോട് കാണിക്കാം, V2 കോസ് തീറ്റ 4. ഇങ്ങോട്ട് ആരോട് കാണിക്കാം, മറ്റേ കമ്പോണന്റ് V2 സൈൻ തീറ്റ 4. സാറേ ആ U2 സൈൻ തീറ്റ മുകളിലേക്കാണല്ലോ കാണിച്ചത്, മറ്റേ M2 അവിടെ. കാരണം ഇത് ഇങ്ങോട്ട് അതിന്റെ അടിയിലേക്കാണെങ്കിൽ എന്തൊരു ഇത് ഇങ്ങനെയല്ലേ വരച്ചേക്കണേ, ഇത് ഇങ്ങനെയല്ലേ വരച്ചേ, അപ്പോഴല്ലേ കൂട്ടിയിടിക്കുള്ളൂ. ഇത് ഇങ്ങനെ പോയിട്ട് മറ്റേ ഇങ്ങനെ പോകണമെങ്കിൽ കൂട്ടിയിടിക്കില്ലല്ലോ. ഒന്ന് ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ കൂട്ടിയിടിക്കില്ലല്ലോ. ഒന്ന് ഇങ്ങനെ വന്നാലേ ഇവിടെ എവിടെയും ഇരിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകില്ലേ ഉള്ളൂ, നോ കൊളീഷനില്ലാത്ത. അപ്പൊ ഇത് താഴേക്ക് ചരിച്ച് കാണിക്കുമ്പോൾ ഒരു കമ്പോണന്റ് താഴേക്ക് വരും, മറ്റേ കമ്പോണന്റ് ഹൊറിസോണ്ടലായിട്ട് വരും. ഇത് മുകളിലേക്ക് ചരിച്ച് കാണിക്കുമ്പോൾ ഒരു കമ്പോണന്റ് മുകളിലേക്ക് വരും, മറ്റേ കമ്പോണന്റ് ഹൊറിസോണ്ടലായിട്ട് വരും. ഇത് മുകളിലേക്ക് ചരിച്ച് കാണിച്ചുകൊണ്ട് സൈൻ കമ്പോണന്റ് മുകളിലേക്ക് വരും, കോസ് കമ്പോണന്റ് ഹൊറിസോണ്ടലായിട്ടും വരും. ഇത് താഴേക്ക് ചരിച്ച് കാണിച്ചേക്കണുണ്ട് V2 മീറ്റർ പെർ സെക്കൻഡ്. താഴേക്കാണ് സൈൻ കമ്പോണന്റ് വരിക, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഹൊറിസോണ്ടലായിട്ട് തന്നെ വരും. ഇത്രയാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ ചോദിച്ചാൽ. എന്നിട്ട് പറയണം ഈ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്തതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്ക് V1 V2ന്റെ ഇക്വേഷനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാത്തുള്ളൂ. അതിന്റെ ഫോർമുല ഒന്നും പഠിക്കാനില്ല. നമ്മളൊരു V1 ഈക്വൽ M1 മൈനസ് M2 ഇൻറ്റു U1 പ്ലസ് 2 M2 U2 ബൈ M1 പ്ലസ് M2 ഒരു ഫോർമുല പഠിച്ചു. അതേമാതിരി കോസ് സൈനോ കയറി വരില്ലേ, അങ്ങനത്തെ ഫോർമുല പഠിക്കാനില്ല. പക്ഷെ ഇങ്ങനെ തുടങ്ങി ജസ്റ്റ് ഇങ്ങനെ റിസോൾവ് ചെയ്ത് കമ്പോണൻസ് ആക്കിയിട്ട് ആ കമ്പോണൻസ് വെച്ചിട്ട് മൊമെന്റോ എനർജിയും ഒക്കെ എഴുതിയിട്ട് 1 ഡയമെൻഷണൽ കൊളീഷനിൽ പ്രൊസീഡ് ചെയ്ത പോലെ പ്രൊസീഡ് ചെയ്ത് V1 V2ന്റെ ഇക്വേഷനിലേക്ക് എത്താൻ കഴിയുമെന്ന് ഹിന്റ് ചെയ്ത് വെക്കണം. ചിലപ്പോ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡയഗ്രാം വരച്ചിട്ട് ഒരു ഫുട് നോട്ട് എഴുതണം, എഴുതി വെച്ചോളൂ. 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ. 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ. 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ. ഫിഗർ വരയ്ക്കാനുള്ള സ്പേസ് വിട്ടിട്ട് എഴുതിക്കോ, എന്നിട്ട് ഫിഗർ വരച്ചു. ഫിഗർ ഷോസ് ഒരു ഹാഫ് പേജ് വിട്ടോ. Figure shows 2 masses M1 and M2. Figure shows 2 masses M1 and M2 moving at U1 and U2. Figure shows 2 masses M1 and M2 moving at U1 and U2. Figure shows 2 masses M1 and M2 moving at U1 and U2. Velocities, comma, making angles theta 1 and theta 2. Making angles theta 1 and theta 2 with horizontal direction. Making angles theta 1 and theta 2. എങ്ങനെ? With horizontal direction. With horizontal direction. They are moving in a plane, PLN. They are moving in a plane. Bracket like on a carom board, 2 coins are moving and colliding. Like on a carom board, 2 coins are moving and colliding. നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴൊക്കെ കോയിനൊക്കെ ഓടി എടുക്കുമല്ലോ, ഫ്ലോറിൽ തന്നെ, അതിൻ്റെ ഫ്ലോറിൽ തന്നെ. ലൈക്ക് ഓൺ എ കാരം ബോർഡ് 2 coins ആർ മൂവിങ് ആൻഡ് കൊളൈഡിങ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ നീ പറയേണ്ടത് ആഫ്റ്റർ കൊളീഷൻ ദി വെലോസിറ്റീസ് ആർ V1 and V2. After collision the velocities are V1 and V2. After collision the velocities are V1 and V2. Making angles theta 3 and theta 4.
making angles theta 3 and theta 4. Theta 3 and theta 4. Theta 3 and theta 4. To proceed with theory. To proceed with theory. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതണം. എഴുതാം. അടുത്ത പാരഗ്രാഫ് എഴുതാൽ അതേ സെൻസ് അടുത്ത സെൻസ് ആയാലും മതി. To proceed with theory. To derive V1 and V2. To derive V1 and V2. To derive V1 and V2 in terms of M1 and M2. To derive to derive V1 and V2 V1 and V2 in terms of M1 and M2 and U1 and U2. അങ്ങനെയാണ് നേരത്തെ ചെയ്തത്. In terms of M1 and M2 and U1 and U2 we require resolved components. We require resolved 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 components of U1, U2, V1 and V2. We require resolved components of U1, U2, V1 and V2. ഇനി പറയേണ്ടത് these components are U1 cos theta 1 U2 cos theta 2. അപ്പോൾ അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് കൊളീഷൻ മുമ്പ് പറഞ്ഞു കേട്ടോ. V1 cos theta 3 അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് M1ന്റെ കൊളീഷന് ശേഷം. V2 cos theta 4 ഇതൊക്കെ ബ്രാക്കറ്റിൽ ആൾ ആർ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇതൊക്കെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഈ നാല്. സിമിലർലി U1 sin theta 1 U2 sin theta 2 similarly എന്ന് എഴുതിയിട്ട് U1 sin theta 1 U2 sin theta 2 V1 sin theta 3 അവിടുത്തെ ആംഗിൾ theta 3 ആണ്. V1ന്റെ ആംഗിൾ theta 3 ആണ് വിത്ത് എക്സ് ആക്സിസ്. V1 sin theta 3 and V2 sin theta 4 are the vertical components. മുകളിലേക്ക് വന്നാലും താഴേക്ക് വന്നാലും വെർട്ടിക്കൽ അല്ലേ? വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെ. are the vertical components. are the vertical components. വെർട്ടിക്കൽ അല്ലേ നോക്കുക. മറ്റൊക്കെ ഹൊറിസോണ്ടൽ. കോസ് കമ്പോണന്റ് ഒക്കെ ഹൊറിസോണ്ടൽ ആണ്. നോക്ക്, കോസ് കമ്പോണന്റ് എല്ലാം ഹൊറിസോണ്ടൽ. സൈൻ കമ്പോണന്റ് മുകളിലേക്കാവട്ടെ താഴേക്കാവട്ടെ അതൊക്കെ വെർട്ടിക്കലാണ്, കുത്തനെയാണ്. എന്നിട്ട് നമ്മൾ പറയണം ഈ കമ്പോണൻസ് വെച്ചിട്ട് മൊമെന്റോ എനർജിയുടെ ഇക്വേഷൻസ് നമ്മളൊരു ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഒക്കെ എഴുതിയില്ലേ മറ്റേതിൽ, അങ്ങനെ എഴുതി പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ അവസരം അതുകൂടി എഴുതണം. We can write down equations for momentum conservation and kinetic energy conservation. We can write down equations for momentum conservation and kinetic energy conservation. With these resolved components. With these resolved components. With these THESE, these resolved components, and derive equations for V1 and derive equations for V1 ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ല.
ഇത്ര എഴുതണം കേട്ടോ ചോദിച്ചാൽ ഈ പടം വരച്ചിട്ട് ഇത്ര എഴുതണം. ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ നിർത്തട്ടെ. നിങ്ങളത് വരച്ച് വെച്ചോട്ടോ.